ഏതായാലും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർഷകർ മോദിക്ക് കൊടുത്ത 8ന്റെ പണി ബജറ്റ് അവതരണത്തിൽ തലയെടുപ്പോടെ ആദ്യം തന്നെ പരിഹാരമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ 9 മുൻഗണനാ വിഭാഗങ്ങളിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് കൃഷിയാണ്. ആ 9 മുൻഗണനാ വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കൃഷി, തൊഴിൽ, മാനവ വിഭവശേഷി വികസനവും സാമൂഹിക നീതിയും, നിർമ്മാണവും സേവനവും, നഗരവികസനം, ഊർജം, നവീകരണവും ഗവേഷണ വികസനവും, അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഊന്നിയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളെന്നാണ് നിർമ്മല സീതാരാമൻ അറിയിച്ചത്. ഏതായാലും കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നിർമ്മല സീതാരാമൻ എടുത്തു പറയുന്നുണ്ട്. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമതയും പ്രതിരോധശേഷിയും ഒരു പ്രധാന മുൻഗണനയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 10,000 ജൈവ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. 109 കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള വകഭേദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കർഷകർക്കുള്ള വിളകൾ പുറത്തിറക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി 1.52 ലക്ഷം കോടി രൂപ വകയിരുത്തി. കാർഷിക മേഖലയിൽ ദേശീയ സഹകരണ നയം കൊണ്ടുവരും. ചെമ്മീൻ ഉൽപാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കും. ചെമ്മീൻ വളർത്തൽ കേന്ദ്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും. 400 ജില്ലകളിലെ ഖരീഫ് വിളകൾക്കായുള്ള ഡിജിറ്റൽ വിള സർവേ നടത്തും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇത് 80 കോടിയിലധികം ആളുകൾക്ക് പ്രയോജനം നൽകും. കർഷക ഉൽപാദക കേന്ദ്രങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കും. പച്ചക്കറി ഉൽപാദനവും വിതരണ ശൃംഖലയും പ്രോത്സാഹിപ്പിക്കാൻ ഉപഭോഗ കേന്ദ്രങ്ങൾക്ക് സമീപം വലിയ ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 2 വർഷത്തേക്ക് രാജ്യത്തുടനീളമുള്ള 1 കോടി കർഷകർ പ്രകൃതി കൃഷിക്ക് തുടക്കമിടും. NDA നേതൃത്വത്തിലുള്ള 2 സർക്കാരുകളും ശക്തമായ കർഷക പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കർഷകർക്കായി വിപുലമായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും നിസ്സംശയം പറയാം. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം വികസിപ്പിക്കുമെന്നും ഇതിനായി 5 വർഷത്തേക്ക് 2.5 ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇത്തവണ പക്ഷേ കൂടുതൽ കോളടിച്ചത് കർഷകർക്ക് തന്നെയാണ്. BJP സർക്കാർ അത്രത്തോളം കർഷകരെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അത്രയേറെ കർഷകരാണ് കർഷക സമരത്തിൽ പോരാടി മരിച്ചു വീണത്. ഇതിനുള്ള മറുപടി അവർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കൊടുക്കുമെന്ന് മോദി സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും ബജറ്റിലൂടെ കർഷകരെ കൂടെ കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം. അതേസമയം തന്റെ തുടർച്ചയായ 7ാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത്. 2ാം മോദി സർക്കാരിന്റെ 5 സമ്പൂർണ്ണ ബജറ്റുകളും ഇടക്കാല ബജറ്റും ഉൾപ്പെടെ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ ഈ കണക്കിൽ മൊറാർജി ദേശായിയെ മറികടന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുക എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.